മഴതോറും നമ്മളൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മള് സ്റ്റാലിനാണെങ്കില് നമ്മള് അവതക്കുട്ടിച്ചാനത്ത് പറയുന്നുണ്ട് ട്ടോ. "എന്റെ മോള് പാവമല്ലേ? അവള് സുന്ദരിയല്ലേ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മള് അവതക്കുട്ടച്ചായൻ പറയുന്നുണ്ട്, "അതെ അവള് സുന്ദരി തന്നെയാണല്ലോ. അതിനിപ്പോ എന്താന്നൊക്കെ" ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പോഴത്തേക്കാണെങ്കി പറയുന്നുണ്ട്, "അപ്പച്ചാ എനിക്ക് മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നുന്നു. എനിക്ക് 2 പെഗ്ഗൊക്കെ അടിക്കണമെന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മള് അവതക്കുട്ടിച്ചായൻ പറയുന്നത്, "ശരി മോനെ എന്തായാലും എനിക്ക് വേണ്ടാന്നൊക്കെ" പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സ്റ്റാലിനാണെങ്കില് ആകെ അടിച്ച് ഫിറ്റായിട്ടിരിക്കുവാ ട്ടോ. ഫിറ്റായിട്ടാണെങ്കിലും നമ്മുടെ സ്റ്റാലിനാണെങ്കില് ആ മനസ്സിലെ സങ്കടങ്ങളെല്ലാം നമ്മൾ അവതക്കുട്ടിച്ചായൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ അവതക്കുട്ടിച്ചായനെ വിളിക്കുന്നുണ്ട് കേട്ടോ കള്ള് കുടിക്കാനൊക്കെ. അപ്പോഴത്തേക്കും അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, "എന്തായാലും ഇനി എനിക്ക് ഇന്നത്തെ ദിവസം കുടിച്ചാൽ ശരിയാവത്തില്ല മോനെ, നീ എന്തായാലും കുടിച്ചോ" എന്നൊക്കെ പറയുന്നുണ്ട്. "ഞാനാണെങ്കിൽ ഇവിടെ നിനക്ക് കൂട്ടിനിരിക്കാന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാലിൻ പറഞ്ഞിട്ട്, "ഓ അപ്പച്ചനിക്ക് എൻ്റെ മോളെ പേടിയായി തുടങ്ങിയോ" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവതക്കുട്ടിച്ചായൻ പറഞ്ഞിട്ട്, "പേടിയായിട്ടൊന്നും അല്ല, എനിക്ക് എന്തായാലും ഇപ്പം വേണ്ടാന്നൊക്കെ" പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്റ്റാലിനാണെങ്കിൽ അവിടെ ജോലിക്കാരത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കുടിക്കുന്നതിന് വേണ്ടി ടച്ചിങ്സ് ഒക്കെ കൊണ്ട് കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ നമ്മളെ സ്റ്റാലിനാണെങ്കിൽ പൗലോസിനോട് ആ ഒരു ടച്ചിങ്സിന് വേണ്ടി ചിക്കൻ ചുട്ടു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മളെ സ്റ്റാലിനാണെങ്കിൽ ആ സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മളെ കുടിച്ച് ഒരു പകുതി ലെവലുകളൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അവതക്കുട്ടിച്ചാൻ്റെ പറയുന്നുണ്ട്, "എപ്പച്ചാ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോളാണെങ്കിൽ 23 വർഷം മുമ്പ് അവൾ ആ ഒരു ജീവിതമൊക്കെ ഓർക്കുമ്പം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ അലീനയാണെങ്കിൽ നമ്മളെ സ്റ്റാലിൻ പറയുന്നതെല്ലാം ആ റൂമിൽ കേട്ടോണ്ട് കിടക്കുന്നുണ്ട് ട്ടോ. അപ്പം നമ്മളെ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, "എന്തായാലും ഞാൻ എൻ്റെ മോളെ പേര് മാറ്റാൻ പോവാ അപ്പച്ചാ. അലീന എന്നുള്ളൊരു പേര് ഞാൻ മാറ്റിയിട്ട് എൻ്റെ മോൾക്ക് ക്യൂൺ ഓഫ് കുളത്തൂപ്പുഴയെന്ന് ഞാൻ ആക്കാൻ പോവാന്നൊക്കെ" പറയുന്നുണ്ട്. എന്നിട്ട് "ഞാൻ എൻ്റെ മോളുമായിട്ട് എല്ലായിടവും എനിക്ക് ലോകം ചുറ്റി എനിക്ക് കറങ്ങുകയും വെക്കുകയൊക്കെ വേണമെന്നൊക്കെ" പറയുന്നുണ്ട്. "എൻ്റെ മോളെയും കൊണ്ട് ഞാൻ എല്ലായിടവും കറങ്ങി തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ മോളെ വിവാഹം എനിക്ക് മംഗളകർമ്മമായിട്ട് എനിക്കാണെങ്കിൽ ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ എൻ്റെ മോളെ വിവാഹം എനിക്ക് നടത്തണം. അത് കണക്ക് എൻ്റെ മോൾക്ക് ഒരു രാജകുമാരനെ തന്നെ എനിക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അലീനയാണെങ്കിൽ അതെല്ലാം കേട്ട് കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീനയ്ക്കാണെങ്കിൽ മനസ്സിൽ മൊത്തം ടെൻഷനാവുക. കാര്യം ഇനിയിപ്പം നമ്മളെ മനുവിൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ഇനി നമ്മൾ സ്റ്റാലിൻ അത് നടത്താൻ താമസിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ടെൻഷൻ നമ്മൾ അലീനയ്ക്കുണ്ട്. അപ്പം അലീന അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, "എന്തായാലും ഇനി ഞാനത് പപ്പയെടുത്ത് പറഞ്ഞാലോ, മനുവേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പപ്പയെടുത്ത് ഞാൻ പറഞ്ഞാലോ" എന്നൊക്കെ നമ്മൾ അലീന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അവതക്കുട്ടിച്ചാനാണെങ്കിൽ പറയുന്നുണ്ട് നമ്മളെ സ്റ്റാലിൻ്റെ അടുത്ത്, "എന്തായാലും നീ നിൻ്റെ മനസ്സിൽ എന്തൊരു ആഗ്രഹങ്ങളുണ്ടെങ്കിലും നീ അതിനെക്കുറിച്ച് അലീനയുടെ അടുത്ത് നീ സംസാരിക്കണം. സംസാരിച്ചതിന് ശേഷം വേണം അവളെ കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കാനെന്നൊക്കെ" പറയുന്നുണ്ട്. നമ്മൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, "അവളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. അവൾക്കാണെങ്കിൽ ഒരുപാട് ആഡംബരമോ അങ്ങനൊന്നും ഇഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയാ അവൾ. അപ്പം അതുകൊണ്ട് നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നീ അവളുടെ അടുത്ത് പറയണമെന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് "അവളെ ആഗ്രഹങ്ങൾ നീ ചോദിക്കണം. അവൾക്കും കാണില്ലേ ആഗ്രഹം" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, "ഇല്ല അപ്പച്ചാ, ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എൻ്റെ ആഗ്രഹത്തിന് അവളൊരിക്കലും സമ്മതിക്കത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. "അത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ മോളൊരു രാജകുമാരിയെ പോലെ എൻ്റെ മോള് ജീവിക്കാനുള്ളതായിരുന്നു. ആ എൻ്റെ മോളാണ് 23 വർഷം അനാഥാലയത്തിൽ എൻ്റെ മോള് ജീവിച്ചത്. ഇനിയെങ്കിലും എൻ്റെ മോളൊരു രാജകുമാരിയെ പോലെ തന്നെ എൻ്റെ മോള് ജീവിക്കണമെന്നൊക്കെ" നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ അവതക്കുട്ടിച്ചാൻ്റെ അടുത്ത്. അപ്പം ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ അലീന ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ഒരു വിഷമത്തിൽ നമ്മൾ അലീനയും നിൽക്കുന്നുണ്ട്. കാര്യം ഇനി മനുവിൻ്റെ കാര്യം നമ്മൾ സ്റ്റാലിനാണെങ്കിൽ സമ്മതിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ നമ്മൾ അലീനയും നിൽക്കുന്നത്. ഇതൊക്കെയാണ് വീഡിയോസായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.